ഇന്ന് രാധികയില്ല. അതുകൊണ്ട് തന്നെ നീരജയ്ക്ക് അടുക്കളയിൽ കയറാൻ പറ്റുമല്ലോ. കാവ്യക്ക് ഇത് എന്തു പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ല. നല്ല ഒന്നാം തരം ഭ്രാന്ത അവർക്ക്. നീരജ, ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. നീരജ പറയുന്നതാണോ അമ്മ കുറ്റം? എന്റെ മക്കളിൽ ഏറ്റവും നീതിബോധമുള്ളവൾ കാവ്യ തന്നെയാണ്. ഒരിക്കലും അവൾ 100% ന്യായമല്ലാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല. എന്നെ പിടിച്ച അടുക്കളക്കാരിയാക്കിയതാണോ ചേച്ചിയുടെ വലിയ നീതിബോധം? ഞാൻ എതിർത്തെങ്കിലും അവളത് ചെയ്തത് നിന്റെ നന്മയെ കരുതിയ നീരജ. പാത്രം കഴുകിയും വല്ലവർക്കും ചോറും കറിയും വെച്ചു കൊടുത്തും കിട്ടുന്ന ഒരു നന്മ എനിക്ക് വേണ്ട. ചേച്ചി ഇപ്പൊ കാണിക്കുന്ന ഈ അഹങ്കാരത്തിന് തിരിച്ചടി കിട്ടും അമ്മ. ഭരത്, കാര്യം എന്തൊക്കെയായാലും കാവ്യ എന്റെ മകളാ. എന്റെ മുത്തിനെതിരായി മണിക്കുട്ടി നിൽക്കുകയായിരുന്നു ഇത്രയും നാൾ. ഇപ്പോ എന്റെ മകൾക്കും മരുമകൾക്കും എതിരായി രാധിക നിൽക്കുക. ഇനിയും ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അമ്മ എന്ത് ചെയ്യും? എന്തു ചെയ്യും ഞാൻ? കാവ്യയെ തൽക്കാലം ആരും പിണക്കണ്ട. അവള് പറഞ്ഞതുപോലെ ചെയ്തേക്കുക. ദേവി, എന്നോട് ക്ഷമിക്കണേ. ഒരു വിഡ്ഢിയെ പോലെ കാവ്യ എന്റെ കല്യാണം നടത്തി തരാന്ന് പറയുന്നത് കേട്ടപ്പോ ഞാൻ ഒരുങ്ങായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി പോവാന്ന് വെച്ചാ എന്റെ മണിക്കുട്ടിയുടെ ജീവിതം ഞാൻ ആരെ ഏൽപ്പിക്കും? ആരെയും വേദനിപ്പിക്കാതെ, ആർക്കും മുറിവ് പറ്റാതെ ഈ കുരു കഴിക്കുവാനുള്ള ഉത്തരവാദിത്വം ഞാൻ നിന്നെ തന്നെ ഏൽപ്പിക്കാം. പ്രസാദം തീർന്നല്ലോ കുട്ടി. മോശമായതെന്തോ വരാൻ പോവാണോ? തിരുമേനി, ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ദേവീ സന്നിധിയിൽ ഓരോന്നിനും ഓരോ നിമിത്തമുണ്ട്. എന്നാലും മനസ്സുരുകി പ്രാർത്ഥിച്ചോളുക. രാധേ, എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? എന്തുപറ്റി? മുഖത്തൊരു മാട്ടം. ആ കണ്ണു നിറച്ചേ. കഴിക്ക. എന്താ തിരുമേനി പൂത്താലമായിട്ട്? ദേവി അണിയിച്ച മാലകളാ. വേണച്ചാ മുല്ലമാല എടുത്തോളൂ. ഈ മാലകൾ കിട്ടിയ ദീർഘസുമംഗലിയായിരിക്കാൻ ദേവിയുടെ അനുഗ്രഹം കിട്ടിയെന്ന വിശ്വാസം. ഒരു മാല വേണം തിരുമേനി. പൈസയൊന്നും വേണ്ട. സാരമില്ല, ഭണ്ഡാരത്തിലേക്ക് ഇട്ടേക്കൂ. തനിക്കെന്താ മുല്ലപ്പൂ ഇഷ്ടമല്ല? വേണ്ട കണ്ണേട്ടാ. ദീർഘസുമംഗലിയായിരിക്കട്ടെ എന്ന് ദേവി അനുഗ്രഹിച്ചാൽ രാധയുടെ ആയുസ് ഇനിയും നീട്ടിക്കിട്ടില്ലേ? കണ്ണേട്ടാ, ഇനി എന്താ പരിപാടിയെന്ന് പറഞ്ഞില്ല? ഡ്രസ് എടുക്കണമെന്ന് പറഞ്ഞ കാവ്യ അവധി തന്നെ. ഞാനും വരാം. അത് വേണോ? വൈകിട്ടാ ഡോക്ടറുടെ അപ്പോയിൻമെന്റ്. അതുവരെയുള്ള സമയം ഞാൻ രാധയുടെ കൂടെ ചെലവഴിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ല, അത് എതിർത്തൊന്നും പറയണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വാ. ആരെ കണ്ടിട്ട്? കാവ്യ. ഹലോ. ഹലോ കൃഷ്ണ, എവിടെയാ ഇപ്പോ? ഞാനിവിടെ
ടിംബർ ഓഫീസിലുണ്ട്. ആ, കൃഷ്ണ ഫ്രീ ആണോ? ഒരു കാര്യം ചോദിക്കാനാ വിളിച്ചത്. എന്താ കാര്യം? അങ്ങനെ ചോദിച്ചാ എനിക്കൊന്ന് പുറത്തു പോകണമായിരുന്നു. കൃഷ്ണ കൂടി വന്നാ നന്നായിരുന്നു. ഇല്ല, എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ല. ടിംബർ ഓഫീസിൽ എമർജൻസി മീറ്റിംഗ് വല്ലതും ആണോ? ആ അതെ, വളരെ പ്രധാനപ്പെട്ട ഒരാളെ എനിക്കിന്ന് മീറ്റ് ചെയ്യാനുണ്ട് കാവ്യ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓഫീസിലെ കാര്യമല്ലേ, ഞാൻ നിർബന്ധിക്കുന്നില്ല. നടക്കട്ടെ. എന്തിനാ കള്ളം പറഞ്ഞത്? കള്ളം പറയാതെ നിവൃത്തിയില്ലല്ലോ എനിക്ക്.